अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो।
मेरे लाडलो जागो, मेरे लाडलो जागो।
छाई है मस्ती मौलाई। इन्हीं रूहानी नजरों से हम हो गए पावन। इन्हीं रूहानी नजरों से हम हो गए पावन। दिया है बाबा हमको नया जीवन। दिया है बाबा हमको नया जीवन। ऊंचे हैं संकल्प जैसे ऊंचा हिमालय। ऊंचे हैं संकल्प जैसे ऊंचा हिमालय। ऐसे बसे दिल में जैसे बन गया शिवालय। रिम झिम अतीन्द्रिय सुख बरसे सावन। रिम झिम अतीन्द्रिय सुख बरसे सावन। दिया है बाबा हमको नया जीवन। दिया है बाबा हमको नया जीवन। हमको है नाज बाबा क्या से क्या बनाए। हमको है नाज बाबा क्या से क्या बनाए। गाते गीत जिसके अब वो हमारे गाए। धरती गगन सभी मिल गाते होके यही मगन। धरती गगन सभी मिल गाते होके यही मगन। दिया है बाबा हमको नया जीवन। दिया है बाबा हमको नया जीवन। हीरे जैसा मिला है जीवन मोती जैसा मन। हीरे जैसा मिला है जीवन मोती जैसा मन। दिया है बाबा हमको नया जीवन। दिया है बाबा हमको नया जीवन। दिया है बाबा हमको नया जीवन। ഓം ശാന്തി. കസേരയിലാണ് ഇരിക്കുന്നതെങ്കിലും നിലത്ത് ചെമ്രം പടിഞ്ഞാണെങ്കിലും നിവർന്നിരിക്കൂ. നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കട്ടെ. രണ്ട് കണ്ണുകളും തുറന്ന് വളരെയധികം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠ കർമ്മം, പുണ്യകർമ്മം എനിക്ക് ചെയ്യാവുന്നതിൽ വെച്ചും
സർവശ്രേഷ്ഠമായ കാര്യം ഭഗവാനെ ഓർമ്മിക്കുക. ഈ സർവശ്രേഷ്ഠ കർമ്മം ചെയ്യുകയാണെന്ന സന്തോഷത്തിലിരിക്കൂ. ആ സന്തോഷം കൊണ്ട് മുഖം വിടരട്ടെ. മുഖം താമരപുഷ്പ സമാനം വിടർന്ന് കണ്ണുകൾ രണ്ടും ബാപ് ദാദയിലേക്ക് കേന്ദ്രീകരിക്കൂ. സന്മുഖത്ത് കാണുന്ന ബാബയുടെ ചിത്രത്തിലേക്ക് നോക്കൂ. ആ ചിത്രം ചൈതന്യമാകുന്നത് കാണൂ. അമൃതവേളയിൽ ബാപ് ദാദ തൻ്റെ അരുമസന്താനമായ എന്നെ കാണാൻ, കണി കാണാനായി, കറണ്ട് തരാനായി ബാബ സ്വയം സന്മുഖത്തെത്തിച്ചേർന്നിരിക്കുകയാണ്. കാണുന്നുണ്ടോ ബാബേ? എത്ര സ്നേഹം ബാബ് ദാദയോടുണ്ടോ അത്രയും സ്നേഹത്തോടെ തൻ്റെ മുഴുവൻ സ്നേഹവും പ്രകടിപ്പിക്കാൻ സന്മുഖത്തെത്തിയ ഭഗവാനോട്, ഭഗവാനും ഭഗവാന്റെ രഥവും ബാപ് ദാദയോടുള്ള തൻ്റെ സമ്പൂർണ്ണ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കും? എങ്ങനെ പ്രകടിപ്പിക്കണമോ അങ്ങനെ അവരവരുടെ രീതിയിൽ സന്മുഖത്ത് പ്രഭുമിലനത്തിൻ്റെ ആനന്ദമാഘോഷിക്കൂ. ബാബയുടെ ദൃഷ്ടിയിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ ഈശ്വരനെ കാണിച്ചു തരുന്ന ദൃഷ്ടി, ഭഗവാൻ എന്നെ കാണുന്നത്, എന്നെ നോക്കുന്നത്, ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഒഴുകുന്ന കമലനയനങ്ങളാണിത്. സർവേശ്വരൻ്റെ കൃപാകടാക്ഷം മുഴുവൻ
ആ ദൃഷ്ടിയിലൂടെ സായുജ്യമായി അനുഭവിക്കൂ. എൻ്റെ അകക്കണ്ണിന് കാഴ്ച നൽകിയ കണ്ണുകളാണിത്. കമലനയനങ്ങളാണ്. എൻ്റെ ദൃഷ്ടികോണിനെ പവിത്രമാക്കിയ ഭായി ദൃഷ്ടി പ്രദാനം ചെയ്ത പരമേശ്വരൻ്റെ ദയാദൃഷ്ടിയാണിത്. മുഴുവൻ ലോകത്തിന്, മാനവരാശിക്ക് പവിത്രമായ ദൃഷ്ടികോൺ, ആത്മീയ ദൃഷ്ടികോൺ സർവരുടെയും ദൃഷ്ടിയെ സിവിലാക്കിയ നിർവികാരി കണ്ണുകളാണിത്. കമലനയനങ്ങൾ. നിരാകാരി സ്ഥിതി, നിർവികാരി സ്ഥിതി, നിരഹങ്കാരി സ്ഥിതി എന്താണെന്ന് കാണിച്ചു തന്ന കണ്ണുകളാണിത്. ബാബയുടെ ആ നെറ്റിത്തടം ലൈറ്റും മൈറ്റും ഒഴുകുന്ന കമലാസനമാണിത്. ശിവബാബയും ബ്രഹ്മബാബയും രണ്ടുപേരും ഇരുന്ന് ബാപ് ദാദ ന്യാരാ പ്യാരാ സ്ഥിതി, സർവരുടെയും സ്നേഹിയും സർവരിൽ നിന്നും നിർമോഹിയുമായിരുന്ന എങ്ങനെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാമെന്ന് ചെയ്ത് കാണിച്ചു തന്ന കർമാതീത സ്ഥിതി എന്താണെന്ന് കാണിച്ചു തന്ന കമലാസനമാണിത്.
ഒരു കുടുംബത്തിൻ്റെ മാത്രം സേവനമല്ല ബാബ ചെയ്ത് കാണിച്ചത്. വിശ്വമാകുന്ന കുടുംബത്തിൻ്റെ സേവനം. ഒപ്പം ബ്രഹ്മബാബ തൻ്റെ ലൗകിക കുടുംബ ബന്ധുക്കളുടെയും സേവനം ചെയ്ത് കാണിച്ചു. ആരെയും അകറ്റിയില്ല ബാബ, ആരിൽ നിന്നും അകന്നുമില്ല. സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമായി കെട്ടില്ലാതെ കർമ്മം ചെയ്യാൻ കർമ്മേന്ദ്രിയങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തന്ന മലാഖ കർമ്മയോഗി ഫരിസ്തയാണ് ബാബ. ബാബയുടെ കമലഹസ്തങ്ങൾ സർവാത്മാക്കൾക്കും സഹയോഗം നൽകിയ, ആശ്രയം നൽകിയ, സാന്ത്വനം നൽകുന്ന പരിധിയില്ലാത്ത കരങ്ങൾ. യോഗി എങ്ങനെ സഹയോഗിയായിരിക്കണം എന്ന് കാണിച്ചു തന്ന കമലഹസ്തങ്ങൾ. ഹൃദയകമലം ബ്രഹ്മബാബയുടെ ഹൃദയത്തിൽ, ഹൃദയകമലത്തിൽ ഒരേയൊരു ശിവബാബ മാത്രം. അടിയുറച്ച നിശ്ചയം ഭഗവാനിലും ഭഗവാനുവാചിയിലും. തകർക്കാൻ കഴിയാത്ത നിശ്ചയം, ഇളക്കാൻ കഴിയാത്ത നിശ്ചയം. നിശ്ചയദാർഢ്യത്തിൻ്റെ ചുവടുകൾ, പാദപങ്കജം. ഓരോ ചുവടുകളും പവിത്രമായ കാൽവയ്പ്പുകൾ. കോടികളുടെ സമ്പാദ്യമുണ്ടാക്കിയ സ്ഥൂലമായ സർവ്വകോടികളെയും ഭഗവാന് സമർപ്പിച്ചിട്ട് കോടിക്കോടിപതിയായി അവിനാശിയായ കോടികളുടെ സമ്പാദ്യം, വ്യാപാരം ഭഗവാനുമായി നടത്തിയ ബുദ്ധിമാനിലും ബുദ്ധിമാനായ, ഭഗവാനുമായി ബിസിനസ് ചെയ്യാൻ ബുദ്ധി കാണിച്ച ബ്രഹ്മബാബ
മുഖകമലത്തിലൂടെ ഗീതാജ്ഞാനമൊഴുകി ആ ജ്ഞാനഗംഗാപ്രവാഹത്തിലൂടെ ഭാരതഭൂമിയും മുഴുവൻ വിശ്വവും പതിതത്തിൽ നിന്ന് പാവനമായി, തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി, സ്വർഗം വൈകുണ്ഠം സദോ പ്രധാന ദൈവീക രാജധാനി സ്ഥാപിക്കുന്നതിനായി സർവകർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമായി സർവശ്രേഷ്ഠ കർമ്മം ചെയ്ത് കാണിച്ച് കർമാതീതവസ്ഥ എല്ലാം ചെയ്തുകൊണ്ടും എങ്ങനെ ബന്ധനമുക്തമായിരിക്കാമെന്ന സാമ്പിൾ കമലപുഷ്പസമാന സാമ്പിൾ പ്രിയപ്പെട്ട ബ്രഹ്മബാബയുടെ കർമാതീതവസ്ഥ ബാബയെ പോലെയാകാൻ ഞാനും സർവകർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമായി അശരീരിയായി ബന്ധനമുക്തമായ ഞാൻ ഈ അമൃതവേളയിൽ സർവസ്വതന്ത്രമായ ഒരു കെട്ടും ബന്ധനവുമില്ലാത്ത ശാന്തിധാമത്തിൽ കയറില്ലാതെ എന്നെ കെട്ടുന്ന എൻ്റെ മധുരമായ ബാബയുടെ മധുരമായ ബന്ധനത്തിൽ, ആകർഷണത്തിൽ ബന്ധിതനായിരിക്കുകയാണിപ്പോൾ. ഈശ്വരീയമായ ഈ ബന്ധനം ആയിരം കരങ്ങളാൽ ബാബ എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ഈ കരവലയങ്ങൾ ഓരോന്നും ബാവയുടെ കിരണങ്ങൾ എനിക്ക് ചുറ്റും റൗണ്ട് റൗണ്ട് റൗണ്ടായി പരമാത്മകിരണങ്ങളുടെ ആകർഷണവലയം എനിക്ക് ചുറ്റും എന്നെ ചുറ്റി വളയുകയാണ്.
ഓരോ വലയത്തിനുള്ളിലേക്ക് കടക്കുമ്പോഴും ആദ്യത്തെ വലയം ദേഹമാണെന്ന അഭിമാനത്തിൻ്റെ, ഞാനെന്ന അഭിമാനത്തിൻ്റെ അവശേഷിച്ചിരിക്കുന്ന അംശങ്ങളെ പോലും ഇല്ലാതാക്കുകയാണ്. ഭഗവാന്റെ കിരണങ്ങളുടെ വലയം എന്നിലെ ശുദ്ധ അഭിമാനത്തെ ഞാൻ ബാബയുടെ കുട്ടിയാണെന്ന്, ആത്മസ്വരൂപമാണെന്ന ശുദ്ധാഭിമാനത്തെ ജാഗ്രതയുള്ളതാക്കി, ഉണർവുള്ളതാക്കി, ആ ഉണർവിലും ഉത്സാഹത്തിലും ഉന്മേഷത്തിലും ദേഹമാണെന്ന ദുരഭിമാനമെല്ലാം പൂർണ്ണമായും ഇരുട്ട് നീങ്ങും പോലെ നീങ്ങുകയാണ്. ദേഹത്തിൻ്റെ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കുകയാണ്. ശുദ്ധമായ പവിത്രമായ പ്രകാശമാണ് ഞാൻ, ബാബയെ പോലെ. ബാബയും പ്രകാശം ഞാനും. അടുത്ത വലയം ഭഗവാന്റെ ദിവ്യപ്രകാശം എന്നെ വലയം ചെയ്ത് ദേഹത്തിൻ്റെ എല്ലാ റോളുകളും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന റോൾ കോൺഷ്യസുകളിൽ നിന്നെല്ലാം എന്നെ മുക്തമാക്കുകയാണ്. ദേഹാഭിമാനത്തിൻ്റെ കോൺഷ്യസിൽ നിന്ന് മുക്തമായി അഭിനയഭാഗത്തിൻ്റെയും അഹംഭാവത്തിൽ നിന്ന് മുക്തമായി മൂന്ന് റോൾ. ഞാൻ ബാബയുടെ കുട്ടി, ഈശ്വരീയ വിദ്യാർത്ഥി, ഈശ്വരീയ സേവാധാരി. എല്ലാ റോളുകളും ഈ 3 സുമാനത്തിലിരുന്ന് അഭിനയിക്കാൻ മറ്റെല്ലാ ബന്ധനങ്ങളിൽ നിന്നും, ബന്ധങ്ങളുണ്ട് പക്ഷെ ബന്ധനങ്ങളെല്ലാം ഇല്ലാതായി. ഭഗവാന്റെ ദിവ്യപ്രകാശ വലയത്തിനുള്ളിൽ
സർവദേഹധാരികളോടുണ്ടായിരുന്ന എല്ലാ മോഹ മമത വലയങ്ങൾ, അറ്റാച്ച്മെൻറ്റും വെറുപ്പും അസൂയയും അസ്വസ്ഥതയും എല്ലാ കർമ്മബന്ധനങ്ങളും നീങ്ങി സർവാത്മാക്കളോടൊപ്പം കർമ്മസംബന്ധം എല്ലാവരും ബാബയുടെ മക്കൾ. ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ആത്മാക്കളോടൊപ്പം ആത്മീയ സംബന്ധം മാത്രം. ഒട്ടിപ്പിടുത്തത്തിൻ്റെയോ അകൽച്ചയുടെയോ ബന്ധനങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മുക്തമായ കർമാതീതവസ്ഥ അനുഭവിക്കുന്ന ആത്മസ്വരൂപമാണ് ഞാൻ. ഈ അവസ്ഥയിലിരുന്ന് കർമ്മം ചെയ്യാൻ വളരെ ആനന്ദമുണ്ട് ബാബ. എല്ലാവരും എൻ്റേത്, ഞാനും എല്ലാവരുടേതും. പ്രത്യേകിച്ച് ഞാൻ ആരുടേതുമല്ല, ആരും പ്രത്യേകിച്ച് എൻ്റേതുമല്ല. സർവരുടെയും സ്നേഹിയായി, സർവരിൽ നിന്നും നിർമോഹിയായി പാർട്ടഭിനയിക്കാൻ ബാബ നൽകുന്ന ഈ വെളിച്ചം ബാബയുടെ ഈ കരവലയത്തിനുള്ളിൽ സർവകർമ്മ ബന്ധനങ്ങളിൽ നിന്നും ദേഹധാരികളുടെ കെട്ടുകളിൽ നിന്നും മുക്തമായി സർവസ്വതന്ത്രാത്മാവായ എനിക്ക് കർമ്മങ്ങളുടെ ബന്ധനവുമില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്നു, എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ്, ഞാനാണല്ലോ ചെയ്യേണ്ടത്. ഭാരവുമില്ല, അഹന്തയുമില്ല. കർമ്മങ്ങളുടെ ഫലം എന്താകുമെന്ന ചിന്തയുമില്ല. ചെയ്യിപ്പിക്കുന്ന ബാബ ചെയ്യിപ്പിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഞാൻ നിമിത്തമാത്രം ചെയ്യുന്നു. ബാബ നൽകുന്ന ഈ കറണ്ടിനാൽ കർമ്മത്തിൽ, കർമ്മക്ഷേത്രത്തിലുണ്ടായിരുന്ന എല്ലാ ചെറുതും വലുതുമായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരവും കർമ്മത്തിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ചിന്തയും ഞാൻ ചെയ്യുന്നു എന്ന അഹന്തയും
എൻ്റെ കഴിവുകളെന്ന അഹങ്കാരവും ഞാനാണ് റൈറ്റ്, എല്ലാ സൂക്ഷ്മ സ്ഥൂല ചങ്ങലക്കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമായി ബന്ധനമുക്തമായ സ്വതന്ത്രാത്മാവാകുമ്പോൾ ആത്മാവിൻ്റെ ഉള്ളിൽ എന്നെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളിൽ നിന്നും ഞാൻ സ്വതന്ത്രമായി ബാബയുടെ കിരണങ്ങളാൽ ഓരോരോ പഴയ ഫയലുകളും ഓരോ ജന്മത്തിൻ്റെ പഴയ ഫയലുകളും കർമ്മക്കണക്കുകളെല്ലാം ക്ലോസ് ചെയ്ത് ഓരോ ആത്മാക്കളോടൊപ്പം ഉണ്ടായിരുന്ന കണക്കും മുഴുവൻ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന കണക്കുകളും പഴയ കണക്ക് പുസ്തകം കംപ്ലീറ്റായിട്ട് എല്ലാ കണക്കും സെറ്റിലായി ബാബയുടെ കിരണങ്ങളാൽ ബാബ ഈ അമൃതവേളയിലെ യോഗം ബാബയുടെ ഈ കരവലയങ്ങൾക്കുള്ളിലിരിക്കുമ്പോൾ ആത്മാവിലേക്കൊഴുകുന്ന ദിവ്യപ്രകാശം നൽകുന്ന ആനന്ദം ഇതെല്ലാ കർമ്മക്കണക്കുകളെയും ഇല്ലാതാക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ജന്മങ്ങളുടെ ഫയലുകൾ ക്ലോസ് ചെയ്യുന്ന അനുഭവം, ജന്മജന്മാന്തര ഫയലുകൾ, പഴയ കണക്ക് പുസ്തകങ്ങൾ സെറ്റിലാക്കുമ്പോൾ ആത്മാവായ എനിക്ക് വളരെയധികം ആനന്ദമുണ്ടാകുന്നുണ്ട് ബാബ. ഓരോ ദിവസം കഴിയും തോറും അനുഭവിക്കുന്ന ഈ ആനന്ദത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ബാബ, എൻ്റെ പഴയ കർമ്മക്കണക്കുകളെല്ലാം ജന്മാന്തര ഫയലുകൾ ക്ലോസ് ചെയ്യപ്പെടുകയാണ്. കർമ്മബന്ധനമുക്തമായി, കർമാതീതമായി ബ്രഹ്മബാബയെ പോലെ കർമ്മയോഗി ഫരിസ്തയായി കർമ്മം ചെയ്യും. സമ്പൂർണത, സമാനത, ഈ ലക്ഷ്യം ദൂരെയല്ല. താങ്ക് യു ബാബ. ഓം ശാന്തി.
आरज़ू है यही कि तेरी गोद में बाबा हंसती हर एक जिंदगी रहे। तार मन की तुम्हीं से जुड़ी ही रहे। आत्म ज्योति सभी की जगी ही रहे। आरज़ू है यही कि तेरी गोद में बाबा हंसती हर एक जिंदगी रहे। तार मन की तुम्हीं से जुड़ी रहे। और हृदय में नहीं बदले की भावना। सबकी खातिर सदा हो ये शुभ कामना। और हृदय में नहीं बदले की भावना। सबकी खातिर सदा हो ये शुभ कामना। पुर में प्रभु प्रीत सबके बसी ही रहे। पुर में प्रभु प्रीत सबके बसी ही रहे। बाबा हंसती हर एक जिंदगी रहे। तार मन की तुम्हीं से जुड़ी विश्व सारा हमारा ये अपना ही घर। सबके हम सब हमारे ही आए नजर। विश्व सारा हमारा ये अपना ही घर। सबके हम सब हमारे ही आए नजर। हर डगर फूलों से यूं सजी रहे। हर डगर फूलों से यूं सजी रहे। बाबा हंसती हर एक जिंदगी